ആദ്യം സന്നിധാനത്തേക്കാണ്. ശബരിമലയിൽ ഇന്ന് 5ാം തിരുവുത്സവം. ഉത്സവബലി, പടിപൂജ, മൂളപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. 10ാം തീയതി പള്ളിവേട്ടയും 11ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, അവിടെയുള്ള തിരക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നു? മറ്റ് ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ധന്യമായ ശബരിമല തിരുവുത്സവ പുലരികളിൽ ഭഗവാനെ കണ്ട് നിർവൃതി നേടുകയാണ് ഭക്തജനങ്ങൾ. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് ഇന്നലെയാണ്. 13,965 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്നും ശരാശരിക്കടുത്ത് ഭക്തജന തിരക്ക് ഉണ്ട്. അത് കൂടുന്നില്ല, വലിയ രീതിയിലേക്ക് ഉയരുന്നില്ല. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. വലിയ തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ 18ാം പടി തൊട്ട് വണങ്ങി കയറി ഭഗവാനെ സാവധാനം 18ാം പടി കയറി എത്തി ഭഗവാനെ ദർശിക്കുന്നതിനുള്ള അവസരമാണ് കഴിഞ്ഞ 6 ദിവസമായിട്ട് ഭക്തജനങ്ങൾക്ക് ഉള്ളത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് ഇന്ന് തുടങ്ങും. ഇന്ന് രാത്രി ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. രാത്രി 9:30 ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ്. രാത്രി 10:30 ഇന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുക. രാവിലെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ. 5:30 മുതൽ 9 മണി വരെ നെയ്യഭിഷേകം. 10:30 ഉച്ചപൂജ. 11:30 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉത്സവബലി. പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30 ദീപാരാധന. 7 മണിക്ക് പടിപൂജ. 7:45 മുളപൂജ. 9 മണിക്ക് ശ്രീഭൂതബലി. 9:30 വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. 10:00 ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇനിയുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ട്. കഴിഞ്ഞ 6 ദിവസമായി ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. ഏപ്രിൽ 1-ാം തീയതി നട തുറന്ന ദിവസം മുതൽ ഇന്നലെ വരെയും ശരാശരിക്കടുത്ത തിരക്ക് മാത്രമാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഇന്നലെ വരെ എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം, ഇന്ന് പുലർച്ചെയും എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. തിരക്കൊന്നും കൂടാതെ 18ാം പടി കയറി ഭഗവാനെ ദർശിക്കുന്നതിനുള്ള അവസരമാണ് ഇന്ന് വരെ എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയതും ഇന്നലെ വാരാന്ത്യത്തിൽ ശനിയാഴ്ച ആയിരുന്നു. ഏപ്രിൽ 1-ാം തീയതി നട തുറന്ന ദിവസം 4,000-നടുത്ത് ഭക്തജനങ്ങളും, 2-ാം തീയതി 6,000-നടുത്ത് ഭക്തജനങ്ങളും, 3-ാം തീയതി 9,000-നടുത്ത് ഭക്തജനങ്ങളും, 4-ാം തീയതി 9,000-നടുത്ത് ഭക്തജനങ്ങളും, 5-ാം തീയതി ഇന്നലെ 13,965 ഭക്തജനങ്ങളും ദർശനം നടത്തി. ഇന്നും ഞായറാഴ്ചയായതുകൊണ്ട് വരും മണിക്കൂറുകളിലും ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അത് വലിയ രീതിയിലേക്ക് ഭക്തജന തിരക്ക് മാറുന്നില്ല. ശബരിമലയിലെ ഭക്തജന പ്രവാഹം കണക്കിലെടുക്കുമ്പോൾ വലിയ രീതിയിലേക്ക് ഭക്തജന തിരക്ക് ഇല്ല. ഭക്തജനങ്ങൾക്ക് സാവധാനം തന്നെ ദർശനം നടത്തുന്നതിന്, തിരക്കൊന്നും കൂടാതെ 18ാം പടി കയറി ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ട്. മീനമാസ പൂജാ സമയത്ത് ക്രമീകരിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നേരിട്ട് ദർശനം നൽകുന്ന രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്നത്. തിരക്ക് ഒഴിഞ്ഞ സമയമായതുകൊണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ പ്രാബല്യത്തിൽ വരുത്തുന്നതിനും കഴിയുന്നുണ്ട്. ആ ക്രമീകരണങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. 18ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബലിക്കൽ പുരയിൽ നിന്നും 2 വരിയായി മുന്നോട്ട് നീങ്ങി ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ആ ക്രമീകരണം മീനമാസ പൂജാ സമയത്ത് ആരംഭിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ആ ദർശന രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്നത്. ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നത് പൂജാ ചടങ്ങുകളുടെ സമയത്താണ്. രാവിലെ ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്ന സമയത്തും വൈകിട്ട് പടിപൂജ, പിന്നീട് ശ്രീഭൂതബലി, ആ സമയത്ത് ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്തൊന്നും ഭക്തർക്ക് ദർശന സൗകര്യമില്ല. ആ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്കും നടപ്പന്തലിലേക്കുമൊക്കെയാണ് മാറ്റുന്നത്. അല്ലാത്ത സമയത്തെല്ലാം നേരിട്ടുള്ള ദർശന രീതി, ഭക്തർക്ക് നേരിട്ട് ദർശനം സാധ്യമാക്കുന്ന, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽ പുര വഴി നേരിട്ട് ഭക്തജനങ്ങളെ ദർശനത്തിന് കയറ്റിവിടുന്ന സംവിധാനമാണ് ഇപ്പോഴും പിന്തുടർന്ന് പോരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കും. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടും നേരിട്ടുള്ള ദർശന സംവിധാനവും, 2 രീതികളിലും ദർശനം ക്രമീകരിക്കുന്ന രീതിയാണ് ഇപ്പോഴും പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ചടങ്ങ് 10ാം തീയതി പള്ളിവേട്ട ആണ്. പള്ളിവേട്ട 10ാം തീയതി രാത്രി 9 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് നടക്കും. ശരംകുത്തിയിൽ പള്ളിവേട്ടയ്ക്ക് ശേഷം തിരിച്ചെഴുതുന്ന ഭഗവാൻ ശ്രീകോവിലിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പഴുക്ക മണ്ഡപത്തിലാണ് അന്ന് രാത്രി പള്ളി ഇറങ്ങുന്നത്. രാവിലെ 11ാം തീയതി പുലർച്ചെ ശ്രീകോവിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് പൂജാ ചടങ്ങുകൾ നടക്കും. 9 മണിയോടെ ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തിയാക്കി പമ്പയിലേക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. പമ്പയിൽ ആറാട്ടിന് ശേഷം ഭഗവാനെ വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. അവിടെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരികെ പുറപ്പെടും.
ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ കൊടിയിറങ്ങും. 10 ദിവസത്തെ അയ്യപ്പസ്വാമിയുടെ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് 11-ാം തീയതി സമാപനമാകും. 12-ാം തീയതി വിഷു പൂജകൾ തുടരുന്നതുകൊണ്ട് രാവിലെ നട തുറക്കും. പൂജകൾ തുടരും. 14-ാം തീയതി വിഷുദിനത്തിൽ രാവിലെ പുലർച്ചെ 4 മണി മുതലാണ് വിഷുക്കണി ദർശനം ഉള്ളത്. വിഷുക്കണി ദർശനത്തിനുമൊക്കെയായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തും എന്നുള്ള കണക്കുകൂട്ടലാണുള്ളത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ്. അതുകൊണ്ട് വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് നട തുറന്നപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ വിവിധ വിഭാഗങ്ങളോടെല്ലാം പോലീസ് സേന, KSRTC അടക്കമുള്ള ആരോഗ്യ വിഭാഗം അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളോടും കൂടുതൽ സജ്ജമായി ഇരിക്കാൻ ഈ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സമയം. ഒപ്പം തന്നെ 18 ദിവസം നട തുറന്നിരിക്കുന്നു ഈ ഏപ്രിൽ മാസം എന്നതുള്ളത് കൊണ്ട് തന്നെ ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാപനമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതുമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത്. എന്തായാലും ഇന്നും രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾ സുഗമമായി സന്തോഷത്തോടുകൂടി ദർശനം നടത്തി തിരികെ മടങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ആ ഒരു നിർവൃതിയോടുകൂടി സന്തോഷത്തോടു കൂടിയായിരുന്നു അവരെല്ലാം മടങ്ങുന്നത്. കൂടുതൽ സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സൗകര്യം, തിരക്ക് കൂടാതെ 18-ാം പടി കയറുന്നതിനുള്ള സൗകര്യം, 18-ാം പടി തൊഴുത് വണങ്ങി കയറുന്നതിനുള്ള സൗകര്യം, അങ്ങനെ കൂടുതൽ നിർവൃതിയോടുകൂടി സന്തോഷകരമായി ദർശനം പൂർത്തീകരിച്ച് മടങ്ങുന്ന ഭക്തജനങ്ങളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നട തുറന്ന് 5 ദിവസങ്ങളിലായി സന്നിധാനത്ത് കാണുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. വലിയ തിരക്കിലേക്ക് പോകുന്നില്ല. ഭക്തജനങ്ങൾക്ക് സന്തോഷത്തോടെ, നിർവൃതിയോടെ, സമാധാനത്തോടെ, സ്വസ്ഥത, കൂടുതൽ സൗകര്യത്തോടു കൂടി തന്നെ ദർശനം സാധ്യമാകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം. വരും ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനും ആറാട്ട്, പള്ളിവേട്ട ചടങ്ങുകളൊക്കെ അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെല്ലാം, വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലെല്ലാം തിരക്ക് കൂടുന്നതിനുള്ള സാധ്യത കണക്കിലെടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ധന്യമാണ് സന്നിധാനത്തെ ചടങ്ങുകൾ എല്ലാം. ഉത്സവബലി ദർശിക്കുന്നതിനും വൈകിട്ട് പടിപൂജ ദർശിക്കുന്നതിനുമെല്ലാം ശരണവിളികളോടുകൂടി, ശരണമന്ത്രം മുഖരിതമായി നിരവധി ഭക്തജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്. ആ സമയത്തൊക്കെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിൽ നിന്നും കാണാൻ കഴിയുകയും ചെയ്യുന്നത്. ദേവിക. ശബരിമലയിൽ ഇന്ന് 5-ാം തിരുവുത്സവമാണ്. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകളായി വരുന്നത്. 10-ാം തീയതി പള്ളിവേട്ടയും 11-ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് ചേർന്നത്.